Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Okay, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്റർ പഠിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ ബ്ലഡ് ബാങ്കിനെ കുറിച്ചാണ് പഠിച്ചത്. ബ്ലഡ് ബാങ്ക് ആയിരുന്നു അല്ലെ. അപ്പൊ ബ്ലഡ് ബാങ്കിൽ നമ്മള് ഫങ്ഷൻസ് പറഞ്ഞു, എന്താണ് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞു, അവിടെ നടത്തുന്ന ടാസ്കുകൾ പറഞ്ഞു, എന്താ മെയിൻ ഫങ്ഷൻസ് പറഞ്ഞു അല്ലെ, മെയിൻ ഫങ്ഷൻസ് പറഞ്ഞു, ലൊക്കേഷൻ പറഞ്ഞു, എന്താണ് ഓർഗാനോഗ്രാം വരെ പറഞ്ഞു അല്ലെ. ഓർഗാനോഗ്രാം എല്ലാവരും നോട്ടില് എഴുതിയോ? Yes, ma'am. ഓക്കെ, അപ്പോ ഇമ്പോർട്ടന്റ് ആണ്, ഓർഗാനോഗ്രാമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫങ്ഷൻസ് ഏതെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോവാം, അടുത്ത പോർഷനിലേക്ക് പോവാം. Yes, ma'am. Yes, ma'am. Yes, ma'am. ഓക്കെ, അപ്പൊ ഞാൻ മ്യൂട്ട് കൊടുക്കാണ്. നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് എന്തെങ്കിലും പോയിന്റ് ഒന്നുകൂടി പറയേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്തിടാം കേട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഒരു 10-15 മിനിറ്റ് എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? Okay, ma'am. ഓക്കെ. Okay, ma'am. അപ്പൊ അടുത്തത് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ് അല്ലെ. ബ്ലഡ് ബാങ്കിനെ പറ്റിയല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ബ്ലഡ് ബാങ്കില് എന്തൊക്കെ ടെസ്റ്റുകളാണ് നടത്തുന്നത് എന്നാണ് പഠിക്കുന്നത്. എ സർട്ടൻ സെറ്റ് ഓഫ് പ്രിലിമിനറി ടെസ്റ്റ് ആർ ഡൺ ഇൻ ദ ലാബ് വൺസ് ബ്ലഡ് ഈസ് ഡൊണേറ്റഡ്. എന്താണ്? ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് വരുന്ന ബ്ലഡ് ലാബിൽ എത്തിക്കഴിഞ്ഞാൽ ചില പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തുന്നു. ഓക്കെ, എന്തിനാണ് ഈ പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തുന്നത്? എന്തിനാണ്? ഏതെങ്കിലും രീതിയിലുള്ള ബാക്ടീരിയോ ഡിസീസുകളോ ഉണ്ടോ അല്ലെ, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ബ്ലഡ് ആണോ വന്നിരിക്കുന്നത്, അതുപോലെ ബ്ലഡിന്റെ ഗ്രൂപ്പ് ഏതാണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, എന്താ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്മ്യൂണോളജിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും ആന്റിജനോ ആന്റിബോഡീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു. ഇതിനു മുൻപാണ് ഈ ബ്ലഡ് റെസിപ്പിയന്റ് അല്ലെങ്കിൽ ഏത് പേഷ്യന്റിനാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ വ്യക്തിയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കിട്ടുന്ന സമയം തന്നെ ഈ ലാബില്, ബ്ലഡ് ബാങ്കിലെ ലാബിൽ ഇത് എന്ത് ചെയ്യും? ചില പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തും. ഓക്കെ, അപ്പൊ ഈ പ്രിലിമിനറി ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടെസ്റ്റ് ഏതാണെന്ന് നോക്കിയേ, ടൈപ്പിംഗ്. ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്? നമുക്ക് എത്ര ബ്ലഡ് ഗ്രൂപ്പ് ആണുള്ളത്? ബ്ലഡ് എത്ര ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നത്? 4 ബ്ലഡ് ഗ്രൂപ്പ് അല്ലെ. യെസ്, എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട്, ഒ ഉണ്ട് അല്ലെ. അപ്പൊ 4 ബ്ലഡ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് നമ്മുടെ ബ്ലഡിനെ തിരിച്ചിരിക്കുന്നത്. 4 ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലെ. എ ബി, എ ബി ആൻഡ് ഒ അല്ലെ. അപ്പൊ 4 ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ ഈ ടൈപ്പിങ്ങില് ഈ 4 ബ്ലഡ് ഗ്രൂപ്പില് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് ഈ വന്നിരിക്കുന്ന ബ്ലഡ് എന്നുള്ളത് പരിശോധിക്കും. ഓക്കെ, അപ്പൊ ഈ ഡൊണേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ബ്ലഡ് ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? എയിലാണോ, എ ആണോ, ബി ആണോ, എ ബി ആണോ, അല്ലെങ്കിൽ ഒ ആണോ എന്നുള്ളതാണ് ഈ ടൈപ്പിംഗില് നമ്മൾ പരിശോധനയിലൂടെ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നുള്ളത് ടൈപ്പിംഗ് വഴി ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ നോട്ട് എടുത്ത് നോട്ടിൽ ഒരു 5 കോളംസും 5 റോസും ഉള്ള ഒരു ബോക്സ് വരച്ചേ. നോട്ടില് 5 കോളം 5 റോസ് ഉള്ള ഒരു ബോക്സ് വരച്ച്. ഓക്കെ, അതിൽ ഫസ്റ്റ് കോളത്തിൽ എഴുതിയേ ഗ്രൂപ്പ്. ഗ്രൂപ്പ് എന്ന് എഴുതിയ ഫസ്റ്റ് കോളത്തില് ഗ്രൂപ്പ് എന്ന് എഴുതുക. ഫസ്റ്റ് കോളത്തില് ഗ്രൂപ്പ് എന്ന് എഴുതുക. ഓക്കെ, സെക്കൻഡ് കോളത്തില് ആന്റിജൻ എന്ന് എഴുതുക. ആന്റിജൻ, ആന്റിജൻ, ANTIGEN, ANTIGEN, ആന്റിജൻ എന്ന് എഴുതുക. അപ്പൊ ഫസ്റ്റ് കോളത്തില് ഗ്രൂപ്പ് എന്ന് എഴുതുക, സെക്കൻഡ് കോളത്തില് ആന്റിജൻ എന്ന് എഴുതുക. ഓക്കെ, തേർഡ് കോളത്തില് ആന്റിബോഡി, ANTIBODY, ആന്റിബോഡി. ഫസ്റ്റ് കോളം ഗ്രൂപ്പ്, സെക്കൻഡ് കോളം ആന്റിജൻ, തേർഡ് കോളം ആന്റിബോഡി. ഫോർത്ത് കോളം എഴുതിയേ ഡോണർ,
donor, DONOR, donor. Okay, group, antigen, antibody, donor. Then fifth column എഴുതുക recipient, RECIPIENT, recipient. Okay, group, antigen, antibody, donor and recipient. അപ്പൊ 5 കോളം ഫിൽ ആയില്ലേ? ഓക്കെ, ഇനി ആ ഗ്രൂപ്പ്സിനിടയിലോട്ട് 4 ഗ്രൂപ്പ് അല്ലേ നമ്മൾ പറഞ്ഞത് അല്ലെ? ബ്ലഡ് ഗ്രൂപ്പുകൾ 4 എണ്ണം അല്ലേ? ഏതൊക്കെയായിരുന്നു? എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട്, ഒ ഉണ്ട് അല്ലെ? അപ്പൊ 4 ബ്ലഡ് ഗ്രൂപ്പും ആ ഗ്രൂപ്പിനിടയിൽ ഒന്ന് എഴുതിയേ. എ ബി, എ ബി ആൻഡ് ഒ, അങ്ങനെ ഒന്ന് ഓർഡറിൽ 4 എണ്ണം എഴുതിയേ. ഗ്രൂപ്പിന് താഴെയായിട്ട് എക്ക് താഴെ ബി, ബിക്ക് താഴെ എ ബി, എ ബിക്ക് താഴെ ഒ, അങ്ങനെ എഴുതിയേ. ഓക്കെ, ആന്റിജൻ. ഓക്കെ, അടുത്തത് ആന്റിജന്റെ കോളം അല്ലേ? ആന്റിജൻ എന്താണ്? ആന്റിജൻ എന്താണ്? ആന്റിജൻ രക്തഗ്രൂപ്പുകളെ നിർണയിക്കുന്ന ഘടകങ്ങളാണ് ആന്റിജൻ എന്ന് പറയുന്നത്. രക്തഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പുകൾ അല്ലെ? ബ്ലഡ് ഗ്രൂപ്പുകളെ നിർണയിക്കുന്ന ഘടകങ്ങളാണ് ആന്റിജൻസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 2 ആന്റിജൻ ആണുള്ളത്. നമ്മൾ ആന്റിജനിലെ ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതുക. ഓക്കെ, ആന്റിബോഡി ആണെങ്കിൽ സ്മോൾ ലെറ്റേഴ്സിലായിരിക്കും. അപ്പൊ ആന്റിജൻസ് 2 ആന്റിജൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്നത്. ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും. ക്ലിയർ? ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും, അങ്ങനെ 2 ആന്റിജൻസ് ആണ് ഉള്ളത്. അപ്പൊ ഈ ആന്റിബോഡീസ് ആണെങ്കിൽ ഈ ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളാണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. രക്തഗ്രൂപ്പുകളെ നിർണയിക്കുന്ന ഘടകങ്ങളാണ് ആന്റിജൻ. ഈ ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളാണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആന്റിബോഡീസിനെയും നമ്മൾ എയും ബിയും തന്നെയായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ സ്മോൾ ലെറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, ആന്റിജൻ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എയും ബിയും, സ്മോൾ ലെറ്റർ എയും ബിയും എന്തിനു വേണ്ടിയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആന്റിബോഡീസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എയുടെ ആന്റിജൻ, അതുപോലെ തന്നെ എനിക്ക് ഒരു ആന്റിബോഡിയും ഉണ്ടാവും. എനിക്ക് ആന്റിജനും ഉണ്ട്, ആന്റിബോഡിയും ഉണ്ട്. അപ്പോൾ ഒരു രക്തഗ്രൂപ്പിന് ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് എടുക്കാം. ആ എ ബ്ലഡ് ഗ്രൂപ്പിന് ആന്റിജനും ആന്റിബോഡിയും ഒരിക്കലും സെയിം ആവാൻ പാടില്ല. എപ്പോഴും ഒരു ബ്ലഡ് ഗ്രൂപ്പിന്റെ ആന്റിജനും ആന്റിബോഡിയും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, കാരണം എന്താണ്? ഈ ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീൻ ആണ് ആന്റിബോഡി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ സെയിം ആയിട്ടുള്ള ആന്റിജനും സെയിം ആന്റിബോഡിയും വന്നാൽ എന്ത് പറ്റും? അവിടെ ഒരു റിയാക്ഷൻ നടക്കും അല്ലെ? അപ്പൊ എന്താണ് സംഭവിക്കുക? അഗ്ലൂട്ടിനേഷൻ നടക്കും. അതായത് രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ രക്തം കട്ടപിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഏതൊരു ബ്ലഡ് ഗ്രൂപ്പിനും ആന്റിജനും ആന്റിബോഡിയും എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പോ ഈ ബ്ലഡ് ഗ്രൂപ്പ് എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പില് ആന്റിജൻ എ എന്ന് പറയുന്ന ആന്റിജൻ ഉള്ളത് കൊണ്ടാണ് ആ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിട്ട് മാറിയത്? എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതാണ്? എ ആണ്. എഴുതുക, ആന്റിജന്റെ നേരെ എയുടെ നേരെ എഴുതുക, എ ആന്റിജൻ. ഓക്കെ, ആന്റിബോഡി അപ്പൊ ഏതായിരിക്കും? ആന്റിബോഡി എക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ? സെയിം വരാൻ പാടില്ല. അപ്പൊ എ ആയിരിക്കും, ബി ആയിരിക്കും. ആന്റിബോഡി ഏതായിരിക്കും? ബി ആയിരിക്കും അല്ലെ? അപ്പോ എയുടെ ആന്റിജൻ എന്ന് പറയുന്നത് എ തന്നെയാണ്, ആന്റിബോഡി എന്ന് പറയുന്നത് ബി ആണ്. ക്ലിയർ? അടുത്ത ബി ഗ്രൂപ്പിനെ നോക്കിയേ. ബി ഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതാണ്? ബി തന്നെയാണ് അല്ലെ? ബി ഗ്രൂപ്പിന്റെ ആന്റിജൻ ബി തന്നെയാണ് അല്ലെ? ബി തന്നെയാണ്. അപ്പൊ അവിടെ ആന്റിബോഡി എന്തായിരിക്കും? നേരെ തിരിച്ചായിരിക്കും, എ ആയിരിക്കും. ഓക്കെ, എ ബിയുടെ കേസ് എടുത്തേ. എ ബിയുടെ കേസില് 2 ആന്റിജനും ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. ഓക്കെ, അപ്പൊ എ ബിയില് എയും എ ആന്റിജനും ഉണ്ട്, ബി ആന്റിജനും ഉണ്ട്. അപ്പൊ എയും ബിയും എഴുതുക. ആന്റിബോഡിയോ? എ ബിക്ക് ആന്റിബോഡി ഇല്ല, നില്ലെന്ന് എഴുതുക. എ ബിക്ക് ആന്റിബോഡി ഇല്ല, നില്ലെന്ന് എഴുതുക. ഓക്കെ, അടുത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഒ അല്ലെ? ഒ ബ്ലഡ് ഗ്രൂപ്പിന് ആന്റിജൻ ഇല്ല. ഓക്കെ, ഒ ബ്ലഡ് ഗ്രൂപ്പിന് ആന്റിജൻ ഇല്ല. അപ്പൊ ഇവിടെ എന്താ എഴുതാം? നില്ലെന്ന് എഴുതുക. അപ്പൊ ഇവിടെ 2 ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നും ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നും ചോദിച്ചാൽ എഴുതാലോ. അപ്പൊ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഓ ആണ് അല്ലെ? ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് എഴുതണം? എ ബി എഴുതുക. ക്ലിയർ?
ഓക്കെ, അപ്പൊ ഓയ്ക്ക് ആന്റിജൻ ഇല്ല, എന്നാൽ ഓയ്ക്ക് ആന്റിബോഡീസ് ഉണ്ട്. 2 ആന്റിബോഡിയും ഓയിലുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിയോ? എ എന്ന് പറയുന്നതിന്റെ ആന്റിജനും ആന്റിബോഡിയും ഏതൊക്കെയായിരുന്നു? എയുടെ ആന്റിജൻ എയും ആന്റിബോഡി ബിയും. ബി എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെയോ? ബി എന്ന് പറയുന്ന ആന്റിജനും ഉണ്ട്, ആന്റിബോഡി ഏതാണ്? നേരെ ഓപ്പോസിറ്റ് ആണ്, എ ആണ് അല്ലെ. ഓക്കെ, എ ബിയുടെ ആന്റിജൻ ഏതാണ്? എയും ഉണ്ട് ബിയും ഉണ്ട്, എന്നാൽ ആന്റിബോഡി ഉണ്ടോ എ ബിക്ക്? ഇല്ല, നില്ലാണ് അല്ലെ. ഓക്ക് ആന്റിജൻ ഇല്ല അല്ലെ, ആന്റിജൻ നില്ലാണ്. ആന്റിബോഡി ഉണ്ട്, ഏതൊക്കെയാണ്? എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പൊ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഓയും, ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? എ ബിയുമാണ്. ക്ലിയർ? ഓക്കെ, ഡോണേഴ്സ് അല്ലെ, അടുത്ത ഒരു ഗ്രൂപ്പ് അല്ല, ഒരു കോളം അല്ലേ നിങ്ങൾ ഡോണേഴ്സിനെ പറ്റി എഴുതിയത്? ഡോണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോണേഴ്സ് രക്തദാനം ചെയ്യുന്ന അല്ലെ, രക്തദാനം ചെയ്യുന്ന ആളുകളെയാണ് ഡോണേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിന് ആ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഓക്കെ, ആർക്കൊക്കെ രക്തം ദാനം ചെയ്യാനായിട്ട് സാധിക്കും? അതാണ് നമ്മൾ ഡോണേഴ്സിൽ എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡൊണേറ്റ് ചെയ്യുന്നതിനും ഈ റിസീവ് ചെയ്യുന്നതിനും റെസിപ്പിയൻസിനും ചില കണ്ടീഷൻസ് ഉണ്ട്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും ചില കണ്ടീഷൻസ് ഉണ്ട്. അതിലൊന്നാമത്തേത് ഡൊണേറ്റ് ചെയ്യുന്നതിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ആ ബോക്സിൽ നിങ്ങൾ നോക്കുക, ഡൊണേറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആന്റിജൻ ഉള്ളവർക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നിങ്ങൾ എ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അല്ലേ എടുത്തത്, അതിപ്പോ എ എന്ന് പറയുന്ന ഗ്രൂപ്പ് എടുത്തേ, അതില് ഏതാണ് ആന്റിജൻ ഉള്ളത്? എ എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ട് അല്ലെ. അപ്പൊ ഇപ്പൊ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണെങ്കിൽ എനിക്ക് എന്റെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആന്റിജൻ ഉള്ളവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ ബ്ലഡ് ഗ്രൂപ്പിൽ എ ഉണ്ട്, ആ എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ എ എന്ന് പറയുന്ന ആന്റിജൻ ഉള്ള മറ്റേത് ബ്ലഡ് ഗ്രൂപ്പാണ് അതിലുള്ളത്? മറ്റേത് ബ്ലഡ് ഗ്രൂപ്പ് ആണുള്ളത്? എ എന്ന് പറയുന്ന ആന്റിജൻ ഉള്ളത് എ ബി ഉണ്ട് അല്ലെ. യെസ്, വെരി ഗുഡ്, എ ബി ഉണ്ട് അല്ലെ. അപ്പോ എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? എക്കും ചെയ്യാം, എ ബിക്കും കൊടുക്കാം. ഓക്കെ, അപ്പോ എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന്റെ ഡോണേഴ്സിൽ വരുന്നത് ആരൊക്കെയാണ്? എയും എ ബിയും. ക്ലിയർ? അടുത്ത ബി ഗ്രൂപ്പ് നോക്കിയേ. ബി ഗ്രൂപ്പിനും ഇതുപോലെ തന്നെ സെയിം ആണ്. ബി ഗ്രൂപ്പിന് ബി എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ട്. അപ്പൊ ഈ ബി എന്ന് പറയുന്ന ആന്റിജൻ ഉള്ള മറ്റു ബ്ലഡ് ഗ്രൂപ്പുകാർക്കും നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഈ ബി എന്ന് പറയുന്ന ആന്റിജൻ ഉള്ള വേറെ ആരാണുള്ളത്? ബി ഉണ്ട്, അതുപോലെ തന്നെ കൂടാതെ എ ബി ഉണ്ട് അല്ലെ. യെസ്, വെരി ഗുഡ്, എ ബി ഉണ്ട്. അപ്പോ ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന് ബിക്കും എ ബിക്കും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഞാൻ അടുത്തത് എ ബി. എ ബിയുടെ കേസ് നോക്കിക്കേ. എ ബിക്ക് 2 ആന്റിജനും ഉണ്ട് അല്ലെ, എയും ഉണ്ട് ബിയും ഉണ്ട്. ഇനി 2 ആന്റിജനുമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ ആ ഗ്രൂപ്പില്? ഇല്ല അല്ലെ, എ ബി മാത്രമേ ഉള്ളൂ അങ്ങനെ 2 ആന്റിജൻ ഉള്ളവര്. അതുകൊണ്ട് തന്നെ എ ബിക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ എ ബിയുടെ നേരെ ഡോണറിന് താഴെ എഴുതിയേ എ ബി. എ ബിക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? ഓ എടുത്ത് നോക്കിയേ. ഓക്ക് ആന്റിജൻ ഉണ്ടോ? ഇല്ല അല്ലെ. ഓക്ക് ആന്റിജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്? ഓക്ക് ആർക്ക് വേണമെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഓക്ക് ആന്റിജൻ ഇല്ല, അതുകൊണ്ട് തന്നെ ഓക്ക് ഈ 4 ഗ്രൂപ്പിൽ ആർക്ക് വേണമെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? എ ഗ്രൂപ്പിന് കൊടുക്കാം, ബി ഗ്രൂപ്പിന് കൊടുക്കാം, എ ബി ഗ്രൂപ്പിന് കൊടുക്കാം, ആൻഡ് ഒ ഗ്രൂപ്പിന് കൊടുക്കാം അല്ലെ. അപ്പൊ 4 ബ്ലഡ് ഗ്രൂപ്പിനും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരാണ്? ഓ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓ എന്തെന്ന് വിളിക്കുന്നു? യൂണിവേഴ്സൽ ഡോണർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അത് നോട്ട് ചെയ്യണം. യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണപ്പോ? ഓ ആണ്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യൂണിവേഴ്സൽ ഡോണർ അല്ലെങ്കിൽ സാർവത്രിക ദാതാവ് എന്ന് വിളിക്കുന്നത് ആരാണ്? ബ്ലഡ് ഗ്രൂപ്പ് ഓ ബ്ലഡ് ഗ്രൂപ്പിനെയാണ്. അടുത്തത് റെസിപ്പിയന്റിൽ ഒന്ന് എടുത്തേ. റെസിപ്പിയന്റില് എന്താണ് പറയുന്നത്? ഇപ്പൊ ഡോണർ എന്ന് പറയുന്ന ബ്ലഡ് കൊടുക്കാൻ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് അല്ലെ. റെസിപ്പിയൻസ് വരുമ്പോ ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഏത് ഗ്രൂപ്പിൽ നിന്നൊക്കെ ആ ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും.
അപ്പൊ എയുടെ കേസ് തന്നെ ആദ്യം എടുത്തോ. എയുടെ കേസിലും ഇതിലും ചില കണ്ടീഷൻസ് ഉണ്ട്. റിസീവ് ചെയ്യുന്ന കേസിൽ ഇപ്പൊ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൽ ഇപ്പൊ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്. അപ്പൊ എന്റെ ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജൻ എ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ എന്റെ ബ്ലഡ് ഗ്രൂപ്പില് ആന്റിജൻ ഉള്ളത് മാത്രമുള്ളവർക്കേ എനിക്ക് ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിൽ എ എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ട് അല്ലെ. ആ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് മാത്രമേ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ എ എന്ന് പറയുന്ന ആന്റിജൻ മാത്രമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? എ എന്ന് പറയുന്ന ആന്റിജൻ മാത്രമുള്ളത് എ ബിയിലുണ്ട് അല്ലെ. പക്ഷെ എ ബിയിൽ എയും ബിയും ഉണ്ട്. എന്നാൽ എ മാത്രമുള്ളത് ആർക്ക് മാത്രമാണ്? എക്ക് മാത്രമാണ് അല്ലെ. അതൊരു കണ്ടീഷൻ ആണ്. ഞാൻ രണ്ടാമത്തത് പറയുന്നത് എന്താണ്? ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാം. ഓക്കെ, രണ്ട് കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താണ്? നമ്മുടെ ബ്ലഡിലെ ആന്റിജൻ മാത്രമുള്ളവരിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കാം. രണ്ടാമത്തത് പറയുന്നത് എന്താ? ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ എയുടെ കേസിൽ എ റെസിപ്പിയൻസിൽ ആരൊക്കെ വരും? എയുടെ ആന്റിജൻ, എ എന്ന് പറയുന്ന ആന്റിജൻ മാത്രമുള്ളത് എക്ക് മാത്രമാണ്. അപ്പൊ എ വരും. ഏതാ വരാ? എയും ഓയും വരും. ക്ലിയർ? എയും ഓയും വരുന്നു. ഞാൻ ബിയുടെ കേസ് നോക്കിയേ. ബി എന്ന് പറയുന്ന ആന്റിജൻ മാത്രമുള്ളത് ആർക്ക് മാത്രമാണ്? ബിക്ക് മാത്രമാണ് അല്ലെ. ഇനി ആന്റിജൻ ഇല്ലാത്ത ഓയ്ക്കും ഓയിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാം. അപ്പൊ ബിയും ഓയും വരും. ഞാൻ എ ബിയുടെ കേസ് നോക്കിയേ. എ ബിക്ക് രണ്ട് ആന്റിജനും ഉണ്ട് അല്ലെ. എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പൊ ഈ രണ്ട് ആന്റിജൻ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്തിൽ നിന്ന്, ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. ഓക്കെ, ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. എന്താണ്? ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്നും സ്വീകരിക്കാം. അപ്പൊ ഏതൊക്കെ ഗ്രൂപ്പുകൾ വരും? എ വരും, ബി വരും, എ ബി വരും, ഓ വരും അല്ലെ. 4 ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും രക്തം സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് അല്ലെങ്കിൽ സാർവത്രിക സ്വീകർത്താവ് എന്ന് വിളിക്കുന്നു. നോട്ട് ചെയ്ത് വെക്കണോട്ടോ. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എ ബി. ഓക്കെ, യൂണിവേഴ്സൽ ഡോണർ ആരായിരുന്നു? ഓ ആയിരുന്നു അല്ലെ. അപ്പൊ യൂണിവേഴ്സൽ ഡോണർ, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിലും പ്രധാനമായിട്ട് ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 2-3 ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ് ഇത് കേട്ടോ. അപ്പോ യൂണിവേഴ്സൽ ഡോണർ ഓ, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആരാണ്? എ ബി ഗ്രൂപ്പുമാണ്. ഗ്രൂപ്പ് ചോദിക്കുകയാണെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പൊ എ ബിയുടെ കാര്യം പറഞ്ഞു. ഇനി ഓയുടെ കേസ് നോക്കിയേ. ഓയ്ക്ക് ആന്റിജൻ ഉണ്ടോ? ഇല്ല. ഓയ്ക്ക് ആന്റിജൻ ഇല്ല. ആന്റിജൻ ഇല്ലാത്ത മറ്റാരെങ്കിലും ഉണ്ടോ ആ ഗ്രൂപ്പില്? ഇല്ല അല്ലെ. അപ്പൊ ഓയ്ക്ക് ഓയിൽ നിന്ന് മാത്രമേ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓക്കെ, അപ്പൊ എന്താണ് ഗ്രൂപ്പ്? ഏതൊക്കെ ഗ്രൂപ്പായിരുന്നു നമ്മൾ പഠിച്ചേ? ഈ 4 ഗ്രൂപ്പ് പറഞ്ഞു അല്ലെ. എ പറഞ്ഞു, ബി പറഞ്ഞു, എ ബി പറഞ്ഞു, ഓ പറഞ്ഞു. ഇനി ഒന്ന് ചെക്ക് ചെയ്തേ, നിങ്ങൾക്ക് എല്ലാ കോളവും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ എയുടെ ആന്റിജൻ ഏതായിരുന്നു? എ തന്നെയാണ് അല്ലെ. എയുടെ ആന്റിജൻ എ തന്നെയാണ്. ആന്റിബോഡി ബി ആണ് അല്ലെ. ആന്റിബോഡി ബി ആണ്. ഞാൻ ഡൊണേറ്റ് അല്ലെ, ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ രക്തം ദാനം ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പുകൾ ആർക്കൊക്കെയാണ് രക്തം ദാനം ചെയ്യാൻ പറ്റുന്നത്? എക്കും ദാനം ചെയ്യാം, എ ബിക്കും ദാനം ചെയ്യാം അല്ലെ. എക്കും കൊടുക്കാം, എ ബിക്കും കൊടുക്കാം. റെസിപ്പിയന്റിന്റെ കേസിൽ എക്ക് ആർക്കൊക്കെ കൊടുക്കാം? എ എന്ന് പറയുന്ന ആന്റിജൻ എക്ക് മാത്രമാണുള്ളത് അല്ലെ. എ എന്ന് പറയുന്ന മാത്രമുള്ള ആന്റിജൻ എക്ക് മാത്രമുള്ളതാണ്. അപ്പൊ പിന്നെ ആരിൽ നിന്ന് റിസീവ് ചെയ്യാൻ പറ്റും? ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്നും റിസീവ് ചെയ്യാൻ പറ്റും അല്ലെ. ആന്റിജൻ ഇല്ലാത്ത ഒരാൾ അവിടെ ആരാ ഉള്ളത്? ഓ ഉണ്ട്. അപ്പൊ എയുടെ റെസിപ്പിയൻസിൽ ആര് വരും? എയും ഓയും വരും. ക്ലിയർ? ബിയുടെ കേസ് എടുത്തേ. ബി എന്ന് പറയുന്നതിന്റെ ഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതാണ്? ബി തന്നെയാണ്. ആന്റിബോഡി ആണെങ്കിലോ നേരെ തിരിച്ച് എ ആണ് അല്ലെ. ഒരിക്കലും സെയിം വരാൻ പാടില്ല. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ്. ബിയുടെ ആന്റിജൻ ഏതാണ്? ബി തന്നെയാണ്. ബിയുടെ ആന്റിബോഡി ഏതായിരിക്കും? എ ആയിരിക്കും. ഞാൻ അതിന്റെ ഡോണറിൽ വരുന്നത് ആരൊക്കെയാണ്? ബി വരുന്നുണ്ട്, എ ബി അല്ലെ. ബിയും എ ബിയും വരുന്നു. ഇനി റെസിപ്പിയന്റ് കേസിൽ ആരാണ്? ബി എന്ന് പറയുന്നതിന്റെ ബി എന്ന് പറയുന്ന ആന്റിജൻ മാത്രമുള്ളത് ബിക്കാണ് അല്ലെ. അപ്പൊ ബിയും ഉണ്ടാവും, ആന്റിജൻ ഇല്ലാത്ത ഓയും ഉണ്ടാവും. ക്ലിയർ? ബിയും ഓയും റെസിപ്പിയൻസിൽ വരുന്നു. എ ബിയുടെ കേസിൽ
ബിക്ക് എയും ഉണ്ട് ആന്റിജൻ ബിയും ഉണ്ട്. അവർക്ക് ആന്റിബോഡി ഇല്ല അല്ലെ, ആന്റിബോഡി ഇല്ല. ദെൻ ഡോണറിന്റെ ഇതിൽ എന്താ പറയുന്നത്, AB മാത്രമാണ് അല്ലെ, എബിക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി റെസിപ്പിയന്റെ കേസ് എടുത്ത് നോക്കിയേ, എബിക്ക് എല്ലാവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും അല്ലെ, എയിൽ നിന്നും ബിയിൽ നിന്നും എബിയിൽ നിന്നും ഒയിൽ നിന്നും ഇങ്ങനെ ഈ 4 ഗ്രൂപ്പുകളിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ എബിയെ നമ്മൾ എന്ത് വിളിക്കുന്നു, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് അല്ലെങ്കിൽ എന്താണ് സാർവത്രിക സ്വീകർത്താവ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഓ ഗ്രൂപ്പ് നോക്കിയേ, ഓക്കെ ആന്റിജൻ ഉണ്ടോ, ഇല്ല അല്ലെ, ഓക്കെ ആന്റിജൻ ഇല്ല, എന്നാൽ ആന്റിബോഡി ഉണ്ട്. ഏതൊക്കെയാണ്, എയും ഉണ്ട് ബിയും ഉണ്ട് അല്ലെ, ഓക്കെ എയും ഉണ്ട് ബിയും ഉണ്ട്. ദെൻ എന്താണ് ഡോണേഴ്സ്, ഏതാ വരിക, ഡോണേഴ്സ് എയും ബിയും എബിയും ഓയും അല്ലെ, 4 ബ്ലഡ് ഗ്രൂപ്പുകളിൽ നിന്നും ബ്ലഡ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ആർക്ക്, ഓയ്ക്ക്. ഡോണേഴ്സിൽ വരുന്ന 4 ബ്ലഡ് ഗ്രൂപ്പും വരുന്നുണ്ട്. 4 ബ്ലഡ് ഗ്രൂപ്പിനും ഓയ്ക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഈ O ഗ്രൂപ്പിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, യൂണിവേഴ്സൽ ഡോണർ അല്ലെങ്കിൽ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നു. ഓയ്ക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും, റെസിപ്പിയൻസിൽ വരുന്നത് ആരാണ്, ഓയ്ക്ക് ആന്റിബോഡി ഇല്ലാത്തത് കൊണ്ട് തന്നെ അല്ലെ, ആന്റിജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓയ്ക്ക് വേറെ ആരിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റില്ല. ഓയ്ക്ക് ഓയിൽ നിന്ന് മാത്രമേ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ആന്റിജൻ എന്ന് പറയുന്നത്, രക്തഗ്രൂപ്പുകളെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് ആന്റിജൻസ് എന്ന് പറയുന്നത്. ഈ ആന്റിബോഡി ആണെങ്കിലോ, ഈ ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളാണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ 2 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു അല്ലെ, ആന്റിജൻസ് ആണെങ്കിൽ ഏതാണ്, റിസീവ് ചെയ്യുന്നത് ഡൊണേറ്റ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ അവിടെ എങ്ങനെയാണ്, AB ഗ്രൂപ്പ് ഒന്ന് പറയാമോ? AB ഗ്രൂപ്പ് എന്താണ് പറഞ്ഞത്, AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന് ആന്റിജൻ മാത്രമേ ഉള്ളൂ അല്ലെ, ആന്റിജൻ എയും ഉണ്ട് ബിയും ഉണ്ട് അല്ലെ, ആന്റിബോഡി ഇല്ല അല്ലെ. അപ്പൊ ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് എഴുതണം, AB എഴുതണം. ദെൻ ABക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ്, AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിൽ A ആന്റിജനും ഉണ്ട് B ആന്റിജനും ഉണ്ട് അല്ലെ. ഈ 2 ആന്റിജനുമുള്ള വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടോ, ഇല്ല അല്ലെ, 2 ആന്റിജനുമുള്ള വേറെ ഒരു ഗ്രൂപ്പും ഇല്ല, AB മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എബിക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ എന്താണ് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ റെസിപ്പിയൻസിന്റെ കേസ് എടുത്ത് നോക്കിയേ, എബിയില് എയും ബിയും എന്ന് പറഞ്ഞ 2 ആന്റിജൻ ഉണ്ട് അല്ലെ, 2 ആന്റിജൻ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് അവിടെ പ്രത്യേകത, 2 ആന്റിജൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ 2 ആന്റിജനുമുള്ള ഏതാണ്, എ ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് വരുന്നുണ്ട്, ബി ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് വരുന്നുണ്ട്, എബിക്കും ഉണ്ട് എയും ബിയും ആന്റിജൻ അല്ലെ. അപ്പോ എ ഗ്രൂപ്പിന് എ ആന്റിജൻ ഉണ്ട്, ബി ഗ്രൂപ്പിന് ബി ആന്റിജൻ ഉണ്ട്. അപ്പൊ അങ്ങനെ എ ബി എന്ന് പറയുന്ന 2 ആന്റിജനുമുള്ള ഈ 3 ഗ്രൂപ്പുകളും ഉണ്ട്. അത് കൂടാതെ തന്നെ ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്നും ഇത് ബ്ലഡ് സ്വീകരിക്കാം. അപ്പൊ ആന്റിജൻ ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് അവിടെ ഉള്ളത് ഏതാ, O ആണ് അല്ലെ. അപ്പൊ അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്നത് AB ഗ്രൂപ്പുകാർക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 4 ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും സ്വീകരിക്കാൻ പറ്റുന്ന മറ്റു ഏതെങ്കിലും ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടോ, ഇല്ല. എബിക്ക് മാത്രമാണ് 4 ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കുന്നു, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് അല്ലെങ്കിൽ സാർവത്രിക സ്വീകർത്താവ് എന്ന് വിളിക്കുന്നു. ക്ലിയർ. അതുപോലെ തന്നെ ഓയുടെ കേസ് ആണെങ്കിൽ എന്താണ്, ഓയുടെ കേസ് ആണെങ്കിൽ ഓയ്ക്ക് എന്താണ്, ആന്റിജൻ ഇല്ല അല്ലെ, ആന്റിജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓയ്ക്ക് എന്താണ്, എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റും, എന്നാൽ ആരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റില്ല. ഓയ്ക്ക് ഓയിൽ നിന്ന് മാത്രമേ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ, റെസിപ്പിയന്റില് O മാത്രമേ വരുള്ളൂ. ക്ലിയർ ആയോ? ക്ലിയർ. ഇതിൽ പ്രധാനമായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, യൂണിവേഴ്സൽ ഡോണർ ആരാണ്, ഓക്കെ, യൂണിവേഴ്സൽ ഡോണർ ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ വരും. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആരാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, യൂണിവേഴ്സൽ എബിയുടെ റെസിപ്പിയന്റ് ആണോ പറയേണ്ടത്, എബിയുടെ റെസിപ്പിയൻസിൽ വരുന്നത് ഏതൊക്കെയാണ്, എബിയുടെ റിസീവ് ചെയ്യാൻ പറ്റുന്ന കേസ് നമ്മൾ 2 കണ്ടീഷൻ പറഞ്ഞു അല്ലെ, അതായത് നമ്മുടെ ബ്ലഡിലുള്ള ആന്റിജൻ അല്ലെങ്കിൽ ആന്റിജൻ മാത്രമുള്ളവർക്ക് ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും, ആന്റിജൻ ഉള്ളവരിൽ നിന്ന് മാത്രം. അപ്പൊ നമ്മുടെ ബ്ലഡ് ഇപ്പൊ A എന്ന് പറയുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ എന്റെ ആന്റിജൻ ഏതാണ്, A എന്ന് പറയുന്ന ആന്റിജൻ മാത്രമേ എനിക്കുള്ളൂ അല്ലെ. അപ്പൊ A എന്ന് പറയുന്ന ആന്റിജൻ മാത്രമുള്ള ഏതൊരു വ്യക്തിയാണുള്ളത്, എബിയിലാണെങ്കിൽ
എയുടെ കേസ് ആണെങ്കിലോ എ മാത്രമുള്ളത് ആർക്കാണ്? എ എന്ന് പറയുന്ന ആന്റിജൻ മാത്രമുള്ളത് എക്കും ഉണ്ട്. ദെൻ ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്നും റിസീവ് ചെയ്യാം, ഒയ്ക്കും ഉണ്ട് അല്ലെ, ഒയിൽ നിന്നും കൊടുക്കാം. ഇനി എ ബിയുടെ കേസിന്റെ അതുപോലെ തന്നെ നോക്കിയേ, എ ബിയില് എയും ബിയും ഉണ്ട് അല്ലെ. ആ രണ്ട് ആന്റിജനും ഉള്ള ഒരേ ഒരു ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? എ ബി മാത്രമാണ് അല്ലെ. അപ്പൊ എ ബിയുടെ കേസുകളില് റെസിപ്പിയന്റിൽ വരുമ്പോ എയും ബിയും ഉള്ളത് എ ബിക്ക് മാത്രമാണെന്നാലും എയും ബിയും ഉള്ള മറ്റു രണ്ട് ഗ്രൂപ്പുകളും കൂടി ഇല്ലേ? എയും ബിയും ഉള്ള മറ്റു രണ്ട് ഗ്രൂപ്പുകളുണ്ട്. എയും ഉണ്ട് ബിയും ഉണ്ട് അല്ലെ. ദെൻ എന്താ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പും ഉണ്ട്, ഓ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ 4ൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും എ ബിക്ക്. അപ്പോ നിങ്ങൾ ഇതിൽ പ്രധാനമായിട്ടും നോക്കേണ്ട 2 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തന്നു. യൂണിവേഴ്സൽ ഡോണർ ആരാണെന്ന് ചോദിക്കാം, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആരാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ് വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് റെയർ. ഓക്കെ, വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് റെയർ, ഏറ്റവും റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് നിങ്ങൾ എഴുതുക? എ ബി നെഗറ്റീവ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് റെയർ എന്ന് ചോദിക്കുക, റെയറസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എ ബി നെഗറ്റീവ് ആണ് കേട്ടോ, എ ബി നെഗറ്റീവ്. ഓക്കെ, ദെൻ എ ബി നെഗറ്റീവ് ആണ് ബ്ലഡ് ഗ്രൂപ്പ്, റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആണ്. ദെൻ മോസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? മോസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ്, മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്ത ഓ ആണ് അല്ലെ. ഓ തന്നെ ഏതാണ്? പോസിറ്റീവ്. ഓ പോസിറ്റീവ് ആണ് മോസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതാ ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു ബോക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഇനി ഓയുടെ കേസിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടോ? ഓ എന്ന് പറഞ്ഞാൽ ഓയുടെ ആന്റിജൻ ഏതാണ്? ആന്റിജൻ ഉണ്ടോ ഓയ്ക്ക്? ഇല്ല, ആന്റിജൻ ഇല്ല. ആന്റിബോഡി ഉണ്ട്, എയും ബിയും ഉണ്ട് അല്ലെ, ആന്റിബോഡി ഉണ്ട്. അപ്പൊ അതിന് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? ഇതിന് ആന്റിജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓ ഗ്രൂപ്പിന് ആർക്ക് വേണമെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 4 ഗ്രൂപ്പിനും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? ഓയ്ക്ക് പറ്റും. അപ്പൊ അതുകൊണ്ട് ഓ എന്താണ്? യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നു. റെസിപ്പിയന്റിന്റെ കേസുകളാണെങ്കിലോ, റെസിപ്പിയൻസിന്റെ കേസിലാണെങ്കിൽ ഓ എന്ന് പറയുന്നത് ആന്റിജൻ ഇല്ല. അപ്പൊ ആ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ എടുക്കാൻ പറ്റില്ല അല്ലെ. ആന്റിജൻ ഉള്ളവരിൽ നിന്ന് സ്വീകരിക്കാം എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്നും സ്വീകരിക്കാം. അപ്പൊ ഓയ്ക്ക് മാത്രമാണ് അവിടെ ആന്റിജൻ ഇല്ലാത്തതായിട്ടുള്ളൂ അല്ലെ. ആന്റിജൻ ഉള്ളവരിൽ നിന്നും സ്വീകരിക്കാം, ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്നും സ്വീകരിക്കാം. അപ്പൊ ഓയ്ക്ക് അതിനുള്ള ആന്റിജൻ ഇല്ല. ആ ആന്റിജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ആന്റിജൻ ഇല്ലാത്ത മറ്റൊരു ഗ്രൂപ്പും വേറെ അവിടെ ഇല്ല. അപ്പൊ ഓയ്ക്ക് ആ ഓയിൽ നിന്ന് മാത്രമേ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ടൈപ്പിംഗ് ആണ് പറഞ്ഞത് അല്ലെ, ടൈപ്പിംഗ് ആണ് പറഞ്ഞത്. അപ്പൊ ടൈപ്പിംഗില് ആണ് നമ്മളിപ്പോ ഇത്രയും ബോക്സ് വരച്ച് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ഈ ബോക്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, എയുടെയും ബിയുടെയും ഇതിന്റെ റെസിപ്പിയന്റ്, ഡോണേഴ്സ്, ആന്റിജൻ ഏതാണ്, ആന്റിബോഡി ഏതാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ ഡോണർ, യൂണിവേഴ്സൽ റെസിപ്പിയന്റ്, ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, ഏറ്റവും റെയറസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാണ്, ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് പ്രധാനമായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. എപ്പോഴും ഷുവർ ആയിട്ട് എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. ഇപ്പൊ നമ്മുടെ ഇവിടെ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കുറച്ച് ബോക്സ് വരച്ചത്. അതിൽ ഫർദർ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ബോക്സ് തന്നിരിക്കുന്നത് കേട്ടോ. ടൈപ്പിംഗ് അല്ലേ നമ്മൾ പറഞ്ഞത്. ടൈപ്പിംഗിലാണ് ഈ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിന് ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ടൈപ്പിംഗ് വഴി ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഡൊണേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ആ ഒരു ബ്ലഡ് ഏത് ബ്ലഡ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? എയിൽ വരുന്നുണ്ടോ, എ ആണോ, ബി ആണോ, എ ബി ആണോ, ഒ ആണോ? ഈ 4 ബ്ലഡ് ഗ്രൂപ്പുകളിലും ഏതാണ് വരുന്നത് എന്നുള്ളത് ആ ടൈപ്പിംഗ് വഴി എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ചെയ്ത് ഉറപ്പാക്കുന്നു. ഓക്കെ, രണ്ടാമത് വരുന്നത് എന്താ? RH ടൈപ്പിംഗ് അല്ലെ. RH ടൈപ്പിംഗ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആന്റിജൻ. RH ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് RH ഫാക്ടർ?
RH ഫാക്ടർ എന്ന് പറയുന്നത് രക്തഗ്രൂപ്പുകൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിർണ്ണയിക്കുന്ന ഘടകമാണ് RH ഫാക്ടർ. ഓക്കെ, രക്തഗ്രൂപ്പുകൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് RH ഫാക്ടർ എന്ന് പറയുന്നത്. ഈ RH ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോം ആണ്. RH എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോം ആണ്. അതിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് റിസസ് ഫാക്ടർ എന്നാണ് പറയുന്നത്. റിസസ് ഫാക്ടർ. ഓക്കെ, റിസസ് ഫാക്ടറിനെ നമ്മൾ ഷോർട്ട് ചെയ്താണ് RH ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി ഈ RH ഫാക്ടറും ഈ ബ്ലഡ് ഗ്രൂപ്പുകളും കണ്ടെത്തിയത് ഒരു സെയിം സയന്റിസ്റ്റ് തന്നെയാണ്, കാൾ ലാൻഡ് സ്റ്റീനർ എന്ന് പറയുന്ന വ്യക്തി. ഇത് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടില്ല, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. RH ഫാക്ടറും ഈ ബ്ലഡ് ഗ്രൂപ്പുകളും ഒക്കെ കണ്ടെത്തിയത് ഒരു സെയിം സയന്റിസ്റ്റ് ആണ്, കാൾ ലാൻഡ് സ്റ്റീനർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റുകൾ നടത്തിയത് റിസസ് മങ്കീസിലായിരുന്നു. അതായത് റിസസ് എന്ന് പറയുന്ന കുരങ്ങുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റുകൾ നടത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മങ്കിയോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ് അദ്ദേഹം RH ഫാക്ടർ അല്ലെങ്കിൽ റിസസ് ഫാക്ടർ എന്നതിന് പേര് നൽകിയിരിക്കുന്നത്. അപ്പോ ഈ RH അല്ലെങ്കിൽ റിസസ് കുരങ്ങുകളിലാണ് ഇദ്ദേഹം എക്സ്പെരിമെന്റുകൾ നടത്തിയിരുന്നത്. ആ നടത്തിയത് വഴി അദ്ദേഹം ബ്ലഡിൽ ഒരു പ്രോട്ടീൻ കണ്ടെത്തുകയും ആ പ്രോട്ടീന് അദ്ദേഹം റിസസ് ഫാക്ടർ അല്ലെങ്കിൽ RH ഫാക്ടർ എന്ന് പേര് നൽകുകയും ചെയ്തു. അപ്പൊ ഈ RH ഫാക്ടർ ബ്ലഡിൽ പ്രസന്റ് ആണെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആവുകയും പ്രസന്റ് അല്ല അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്തായി മാറുന്നു, RH നെഗറ്റീവ് ആയി മാറുന്നു. ഓക്കെ, അപ്പോ RH ടൈപ്പിങ്ങില് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആന്റിജന്റെ കേസ് ആണ് പറഞ്ഞത് അല്ലെ. അപ്പോ RH എന്ന് പറയുന്നത് റിസസ്, RHESUS, റിസസ്. ഓക്കെ, റിസസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ RH ഫാക്ടർ, റിസസ് ഫാക്ടർ എന്നും നമ്മൾ പറയുന്നു. അപ്പൊ ഈ RH ഫാക്ടർ കണ്ടെത്തിയ വ്യക്തി അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പിനെയും കണ്ടെത്തിയ വ്യക്തി സെയിം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതാണ് കാൾ ലാൻഡ് സ്റ്റീനർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റുകൾ നടത്തിയത് റിസസ് എന്ന് പറയുന്ന കുരങ്ങുകളിലായിരുന്നു. അപ്പോ ആ കുരങ്ങുകളിൽ അദ്ദേഹം എക്സ്പെരിമെന്റുകൾ നടത്തുകയും ബ്ലഡിൽ ഒരു പ്രോട്ടീൻ ഉണ്ടെന്ന് കണ്ടെത്തുകയും ആ കണ്ടെത്തിയ പ്രോട്ടീനെ അദ്ദേഹം റിസസ് ഫാക്ടർ അല്ലെങ്കിൽ RH ഫാക്ടർ എന്ന് പേര് നൽകി. അപ്പോ ഈ RH ഫാക്ടർ ബ്ലഡിൽ ഉണ്ട് എങ്കിൽ ആ ബ്ലഡ് എങ്ങനെയുള്ളതായിരിക്കും, പോസിറ്റീവ് ബ്ലഡ് ആയിരിക്കും. RH ഫാക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബ്ലഡ് എങ്ങനെയുള്ളതായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഇത്രയുമാണ് RH ടൈപ്പിംഗിൽ പ്രധാനമായിട്ട് നിങ്ങൾ ജനറൽ ആയിട്ട് പറഞ്ഞു തന്നതാണ്, ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഈ RH ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് എന്താണ്, ഈ വരുന്ന ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ടൈപ്പിംഗിൽ നമ്മൾ എന്താ പറഞ്ഞത്, ടൈപ്പിംഗിൽ എന്ത് മാത്രമാണ് ചെയ്യുന്നത്, ഈ ഡൊണേറ്റ് ചെയ്ത് വരുന്ന ബ്ലഡ് ഏത് ഗ്രൂപ്പിൽ വരുന്നു, ഈ 4 ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെ, ആ 4 ബ്ലഡ് ഗ്രൂപ്പിലും എയിലാണോ ബി ആണോ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ AB ആണോ ബ്ലഡ് ഗ്രൂപ്പ്, O ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക മാത്രമാണ് ടൈപ്പിംഗിൽ ചെയ്യുന്നത്. RH ടൈപ്പിംഗിൽ വരുമ്പോ എന്താ, ഈ വന്നിരിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഈ പോസിറ്റീവ്, ഇപ്പൊ A ആണ് വന്നിരിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പ് എന്ന് നമ്മൾ ടൈപ്പിംഗ് വഴി ഐഡന്റിഫൈ ചെയ്യുമെന്ന് വിചാരിക്കാം. RH ടൈപ്പിംഗിൽ വരുമ്പോ എന്താ, അത് A പോസിറ്റീവ് ആണോ A നെഗറ്റീവ് ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നു. അടുത്ത മൂന്നാമത്തെ എന്താണ് ടെസ്റ്റിംഗ്, സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ ബ്ലഡ് സെൽ ആന്റിബോഡീസ് that may cause complications in the recipient, that is transfusion reaction test. എന്താണ് മൂന്നാമത്തെ, ഇതൊരു ചെക്കപ്പ് ആണ് അല്ലെ, ഇതൊരു ടെസ്റ്റുകളാണ് ഇത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത് എന്താണെന്ന് നോക്കുന്നത്, ഈ റിസീവ് ചെയ്യുന്ന പേഷ്യൻസ് അല്ലെ, റെസിപ്പിയന്റ്, ആ ഏത് പേഷ്യന്റ് ആണോ ബ്ലഡ് റിസീവ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ റെസിപ്പിയൻസ് എന്ന് വിളിക്കുക. ആ റെസിപ്പിയന്റിന്റെ ബോഡിയിൽ എന്തെങ്കിലും രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന തരത്തിലുള്ള ആന്റിബോഡീസോ റെഡ് ബ്ലഡ് സെൽസോ ആന്റിബോഡീസോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് മുൻപ് ആ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന ബ്ലഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ടെസ്റ്റുകൾ നടത്തുന്നത് അല്ലെ. അപ്പൊ ലഭിച്ചിരിക്കുന്ന ആ ബ്ലഡില് ഏതെങ്കിലും രീതിയിലുള്ള റെഡ് ബ്ലഡ് സെൽസോ ആന്റിബോഡീസിന്റെ ഒക്കെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, ആ സ്വീകരിക്കുന്ന ആ പേഷ്യന്റിന് ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവരുത്. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള റെഡ് ബ്ലഡ് സെൽസിന്റെയോ ആന്റിബോഡീസിന്റെയോ ഒക്കെ പ്രസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും.
ദാറ്റ് ഈസ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പഠിച്ചു എന്താണ് ഡോണറുടെയും റെസിപ്പിയന്റെയും ബ്ലഡ് തമ്മിൽ യോജിച്ചതാണ് ഒരു ക്രോസ് മാച്ചിങ് ടെസ്റ്റുകൾ നടത്തും അല്ലെ, ഒരു കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകൾ നടത്തും. വളരെ മാച്ച് ആണോ, യോജിച്ചതാണോ, അനുയോജ്യമായിട്ടുള്ള രക്തങ്ങളാണോ നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നത് എന്നുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ നടത്തുള്ളൂ. അപ്പൊ ഈ ടെസ്റ്റുകൾ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള ആന്റിബോഡീസോ മറ്റു സെൽസോ ഒക്കെ ഈ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡിൽ ഉണ്ടെങ്കിൽ അത് റെസിപ്പിയന്റ് ബോഡിയിൽ എത്തുമ്പോൾ എന്ത് പറ്റും, അവിടെ ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കുകയും രക്തം കട്ട പിടിക്കാൻ അല്ലെ അഗ്ലൂട്ടിനേഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കേസുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്ത് ചെയ്യും, ഡൊണേറ്റ് ചെയ്ത് വരുന്ന ബ്ലഡിൽ ഇങ്ങനെയുള്ള സെൽസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ആന്റിബോഡീസോ സെൽസോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻസ്. എന്താണ്, നിലവിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ, അതിൽ മുൻപ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിരുന്നോ എന്നുള്ളതിനെ കുറിച്ചൊന്ന് ചെക്ക് ചെയ്യുന്നു. പ്രധാനമായിട്ടും വരുന്ന ചെക്കുകൾ ഏതാണ്, ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി ആൻഡ് സി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV ഉണ്ടോ, HIV-യുടെ പ്രസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആൻഡ് ട്രിപ്പോണിമ പാലിഡം ദാറ്റ് ഈസ് സിഫിലിസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമായിട്ടുള്ള ഈ ഒരു ബാക്ടീരിയ പ്രസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന വേർഡ് ഏത് ഓർഗനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഹെപ്പറ്റൈറ്റിസ് ലിവർ അല്ലെ, ലിവർ അല്ലെങ്കിൽ കരളുമായി ബന്ധപ്പെട്ട രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസുകള് 5 തരമാണുള്ളത്, ABCDE. ഹെപ്പറ്റൈറ്റിസ് വൈറസ് 5 തരമാണുള്ളത്. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്. അതില് ഈ ബിയും സിയും ഓക്കെ, ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ബിയും സിയും മാത്രമാണ്. അതിന്റെ റീസൺ ആണ് പറയുന്നത് ബിയും സിയും ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് പകരുന്നത്. അപ്പൊ ബ്ലഡ് ഒരു ബോഡി ഫ്ലൂയിഡ് അല്ലേ, അതെ അല്ലെ. അപ്പൊ ബ്ലഡ് എന്ന് പറയുന്ന ബോഡി ഫ്ലൂയിഡ്, അതുപോലെയുള്ള ബോഡി ഫ്ലൂയിഡിലൂടെയാണ് ബിയും സിയും പകരുന്നത്. എന്നാൽ എയും ഡിയും ഇയും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടറിലൂടെയാണ് പകരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എയും ഡിയും ഇയും ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇല്ല. ഇവിടെ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ് നടത്തുന്നത് അല്ലെ, ബ്ലഡ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഈ ബോഡി ഫ്ലൂയിഡ്സിലൂടെ പകരുന്നതായിട്ടുള്ള ബിയും സിയും ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി എന്ന് പറയുന്നത് എന്തിന് കാരണമായിട്ടുള്ള വൈറസാ, മഞ്ഞപ്പിത്തത്തിന് കാരണമായിട്ടുള്ള വൈറസാണ്. അതുപോലെ തന്നെ കരളുമായി ബന്ധപ്പെട്ട മറ്റു രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസും കൂടിയാണ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് സി എന്നും പറയുന്നത്. അപ്പോ ബിയും സിയും എന്താണ് ഉണ്ടോ എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യും, ഇവര് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV. ഇതിനുള്ള ഷോർട്ട് ഫോംസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഷോർട്ട് ഫോം എക്സ്പാൻഡഡ് ഫോമും ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം തന്നിട്ട് ഷോർട്ട് ഫോം കൂടെ ചോദിക്കാം കേട്ടോ. അപ്പോ HIV-യുടെ എക്സ്പാൻഡഡ് ഫോം എന്താ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെ. ഇനി ഈ HIV ഏത് രോഗത്തിനാണ് കാരണമാകുന്നത്, ഏത് രോഗമാണ്, യെസ് വെരി ഗുഡ്, എയ്ഡ്സിന് വേണ്ടി അല്ലെ, എയ്ഡ്സ് ആണ് ഉണ്ടാക്കുന്ന രോഗം അല്ലെ. അപ്പോ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV എയ്ഡ്സിന് കാരണമാകുന്ന ഒരു രോഗമാണ്. അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ കുറയ്ക്കുന്ന അല്ലെ, രോഗപ്രതിരോധ ശേഷി നഷ്ടമാകുന്ന ഒരു രോഗം കൂടിയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ HIV-യുടെ പ്രസൻസ് ഉണ്ടോ വരുന്ന ബ്ലഡിൽ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ട്രിപ്പോണിമ പാലിഡം. ട്രിപ്പോണിമ പാലിഡം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ സിഫിലിസ് അല്ലെങ്കിൽ പറങ്കിപ്പുണ്ണ് എന്നൊക്കെ മലയാളത്തിൽ പറയാം. ഈ സിഫിലിസിന് കാരണമായിട്ടുള്ള ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണ്, ബാക്ടീരിയയാണ് ട്രിപ്പോണിമ പാലിഡം എന്ന് പറയുന്നത്. ഇതൊരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അതായത് ലൈംഗിക ബന്ധത്തിലൂടെയാണ് കൂടുതലായിട്ടും ഇത് പകരുന്നത്. അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സിലൂടെയും പകരാറുണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള രോഗത്തിന്റെ നിർണ്ണയിക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ബ്ലഡ് ടെസ്റ്റുകളിലൂടെ നമുക്ക് ഇത് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോ ഈ ട്രിപ്പോണിമ പാലിഡം, അതുപോലെ തന്നെ HIV ആൻഡ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി ആൻഡ് സി, ഇവയുടെ എല്ലാത്തിന്റെയും പ്രസൻസ് ആ വന്നിരിക്കുന്ന ബ്ലഡിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ, ട്രാൻസ്ഫ്യൂഷന് വേണ്ടി ഉപയോഗിക്കുള്ളൂ. അപ്പൊ ഇത്രയും പ്രിലിമിനറി ടെസ്റ്റുകളാണ്. എന്തൊക്കെയായിരുന്നു, ടൈപ്പിംഗ് ചെയ്യുന്നു അല്ലെ, 4 ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഏത് ബ്ലഡ് ഗ്രൂപ്പിലാണ് ഈ വന്നിരിക്കുന്ന ബ്ലഡ്
വരുന്നത് എന്ന് നോക്കൂ. രണ്ടാമത്തെ എന്താ, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താ, റെസിപ്പിയന്റ് അല്ലെ, സ്വീകരിക്കുന്ന ആ വ്യക്തിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന രീതിയിലുള്ള റെഡ് സെൽസോ ആന്റിബോഡീസോ ഈ കൊടുക്കുന്ന ബ്ലഡിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, ഇൻഫെക്ഷൻസ് ഉണ്ട്, എന്തൊക്കെ രീതിയിലുള്ളതാണ്, ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി ആൻഡ് സി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും, HIV വൈറസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു, ആൻഡ് ട്രിക്കോണിമ പാലിഡം പോലുള്ള ബാക്ടീരിയാസിന്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളതും കൂടി ടെസ്റ്റുകൾ ചെയ്യുന്നു. പ്രിലിമിനറി ടെസ്റ്റുകളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തത് എന്താ പറയുന്നത്, വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്സ്. ബ്ലഡ് ടൈപ്സ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് ഗ്രൂപ്പ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 4 ഗ്രൂപ്പാണുള്ളത് അല്ലെ, ABO, അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പാണ് ഗ്രൂപ്പ് എന്ന് ചോദിക്കുമ്പോൾ ഉള്ളത്. എന്നാൽ ടൈപ്സിലോട്ട് വരുമ്പോ അത് എന്താവുന്നു, പോസിറ്റീവും നെഗറ്റീവും ഉൾപ്പെടുന്നു. ഓക്കെ, പോസിറ്റീവും നെഗറ്റീവും ഉൾപ്പെടുന്നു. അപ്പൊ വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്സ് എന്ന് ചോദിച്ചാൽ എത്ര എണ്ണം ഉണ്ട്, ടൈപ്സ് എന്ന് ചോദിച്ചാൽ എത്ര ടൈപ്പ് ഉണ്ടാവും, 8 ടൈപ്പ് ഉണ്ടാവും അല്ലെ, 4 ഗ്രൂപ്പ് ഉണ്ട്. ടൈപ്പ് ആവുമ്പോ അത് 8 എണ്ണം ആവില്ലേ, പോസിറ്റീവും നെഗറ്റീവും അല്ലെ, ഓരോ ബ്ലഡ് ഗ്രൂപ്പിനും 2 എണ്ണം വീതം ഉണ്ടാവില്ലേ, A പോസിറ്റീവും ഉണ്ടാവും, A നെഗറ്റീവ്, B പോസിറ്റീവ് B നെഗറ്റീവ് അല്ലെ, അങ്ങനെ ABക്കും Oക്കും 2 പോസിറ്റീവും നെഗറ്റീവും വീതം ഉണ്ടാവും. അപ്പൊ 8 ബ്ലഡ് ടൈപ്പിന്റെ ഒരു ബോക്സ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അതില് ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് റീഡ് ചെയ്ത് വിട്ടാൽ മാത്രം മതി, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ഓക്കെ, വെറുതെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പെർസെന്റേജ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വായിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. According to the American Association of Blood Banks, ബ്ലഡ് ബാങ്കിന്റെ അമേരിക്കൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഡെലിവറി ഓഫ് ബ്ലഡ് ടൈപ്സ്, ഓരോ രക്തബാങ്കിൽ അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൽ നിന്നും എത്ര പെർസെന്റേജ് ആണ് ബ്ലഡ് ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ ബ്ലഡ് ടൈപ്പ് എത്ര പെർസെന്റേജോളമാണ് ഡെലിവറീസ് നടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പെർസെന്റേജ് റേഷ്യോ കണക്കാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ റീഡ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. ORH പോസിറ്റീവ് ആണെങ്കിൽ 39%, BRH പോസിറ്റീവ് ആണെങ്കിൽ 9%, ABRH പോസിറ്റീവ് ആണെങ്കിൽ 3%, ORH നെഗറ്റീവ് ആണെങ്കിൽ 9%. അതുപോലെ തന്നെ ARH പോസിറ്റീവ് ആണെങ്കിൽ 31%, ARH നെഗറ്റീവ് ആണെങ്കിൽ 6%, BRH നെഗറ്റീവ് ആണെങ്കിൽ 2%, ABRH നെഗറ്റീവ് ആണെങ്കിൽ 1%. ഓക്കെ, അപ്പൊ ആ ജസ്റ്റ് ഒരു പെർസെന്റേജ് കണക്ക് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ജസ്റ്റ് റീഡ് ചെയ്ത് വിടുക, നിങ്ങൾക്ക് ഇതിൽ നിന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല. ദെൻ അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ആർ ദ കോൺസ്റ്റന്റ് ഓഫ് ബ്ലഡ്. ഓക്കെ, വാട്ട് ആർ ദ കോൺസ്റ്റന്റ് ഓഫ് ബ്ലഡ്, ബ്ലഡിന്റെ ഘടകങ്ങൾ, ബ്ലഡിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഉള്ളത് അല്ലെ. ബ്ലഡ് ഓർ വൺ ഓഫ് ഇറ്റ്സ് കോൺസ്റ്റന്റ് പാർട്ട് ഈസ് ട്രാൻസ്ഫേർഡ് അല്ലെ. ബ്ലഡ് നമ്മൾ പറഞ്ഞു, അവിടെ ബ്ലഡ് ട്രാൻസ്ഫർ നടത്തുമ്പോൾ ബ്ലഡ് ഒന്നല്ലെങ്കിൽ ഹോൾ ബ്ലഡ്, ആ ബ്ലഡ് മൊത്തത്തിൽ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ബ്ലഡ് എന്ത് ചെയ്യും, അതിന്റെ കമ്പോണൻസ് ആയിട്ട് വേർതിരിച്ചിട്ട് ഓരോ കമ്പോണൻസ് ആയിട്ട് അവിടെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. കാരണം എന്താ, ഓരോ കമ്പോണൻസിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഓരോ കമ്പോണന്റിന്റെയും ഫങ്ഷൻ അനുസരിച്ച് ആ രോഗിക്ക് ഏത് കമ്പോണന്റ് ആണോ ആവശ്യം അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് പ്രധാന കമ്പോണൻസ് എന്ന് നോക്കിയേ. ബ്ലഡില് 4 കമ്പോണൻസ് ആണുള്ളത് എന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഏതൊക്കെയാണ്? റെഡ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലാസ്മ. ഓക്കെ, അപ്പൊ നോട്ട് എടുത്തേ നിങ്ങള്. നോട്ടില് എഴുതിക്കോ, ഫസ്റ്റ് കമ്പോണന്റ് എഴുതിക്കോ, റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBC എന്ന് എഴുതുക. റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBC, റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBC. ഇനി RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ സയന്റിഫിക് നെയിം എഴുതിയാൽ, സയന്റിഫിക് നെയിം, RBCയുടെ സയന്റിഫിക് നെയിം എന്താണ്? എറിത്രോസൈറ്റ്സ്. എറിത്രോസൈറ്റ്സ്, ERYTHROCYTES, എറിത്രോസൈറ്റ്സ്, ERYTHROCYTES, എറിത്രോസൈറ്റ്സ്. ഓക്കെ, RBCയുടെ സയന്റിഫിക് നെയിം ആണ്. സയന്റിഫിക് നെയിംസ് ചോദിക്കാറുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. ദെൻ ലൈഫ് സ്പാൻ, അതിന്റെ ആയുസ് എത്രയാണ്? 120 ഡേയ്സ് ആണ്, 120 ദിവസം. 120 ഡേയ്സ് ആണ് RBCയുടെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ആയുസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ് അതിന്റെ ആൻസർ? RBC തന്നെയാണ് അല്ലെ. അപ്പോ RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ്, അതിന്റെ സയന്റിഫിക് നെയിം ഏതാണ്? എറിത്രോസൈറ്റ്സ്, ERYTHROCYTES,
ROCYTES എറിത്രോസൈറ്റ്സ് എന്നാണ്. Then അതിന്റെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ആയുസ് എന്ന് പറയുന്നത് 120 ഡേയ്സ് ആണ്, 120 ദിവസം. ക്ലിയർ? Then എന്താണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശം എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? RBC തന്നെയാണ്. ഓക്കെ, ഇനി അതിന്റെ ഫംഗ്ഷൻ നോക്കിയേ. These cells transport oxygen to the tissues in the body and are commonly used to treat of anemia. എന്താണ്? റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ആന്റിബോഡീസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ഓക്സിജനെ എത്തിച്ചു നൽകുന്നത് ആരാണ്? റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBCയുടെ ഫംഗ്ഷൻ ആണ്. Then are commonly used to treat of anemia. അനീമിയ എന്ന് പറഞ്ഞാൽ എന്താ? വിളർച്ച അല്ലെ? നമ്മൾ മലയാളത്തിൽ വിളർച്ച എന്ന് പറയും. അതായത് ഈ അനീമിക് പേഷ്യൻസിന്റെ ബോഡിയിൽ RBCയുടെ അളവ് കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. ബ്ലഡിലെ RBCയുടെ അളവ് കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ, കണ്ടീഷൻ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് ഈ RBC എന്ന് പറയുന്ന ആ ഒരു കമ്പോണന്റ് മാത്രമാണ് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ RBCയുടെ ബോഡിയിൽ RBC എന്ന് പറയുന്നതിന്റെ അളവ് കുറവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഹെൽത്തി ആയിട്ടുള്ള RBCs കൊടുക്കണം. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആവില്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് അനീമിക് പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏത് ബ്ലഡ് കമ്പോണന്റ് ആണ്? RBC ആണ്. ഓക്കെ, അതിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? സെൽസ് അല്ലെ? ഓരോ സെൽസ്, ഓരോ കോശങ്ങളിലേക്കും, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്തിച്ചു നൽകുക എന്നുള്ളതാണ് പ്രധാന ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ക്ലിയർ? സയന്റിഫിക് നെയിം എന്തായിരുന്നു? എറിത്രോസൈറ്റ്സ് ആണ്. ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 ഡേയ്സ് ആണ്. ഞാൻ അടുത്തത് പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സ് നോക്കി. പ്ലേറ്റ്ലെറ്റ്സിന്റെ സയന്റിഫിക് നെയിം എഴുതിക്കോ. ത്രോംബോസൈറ്റ്സ്. ത്രോംബോസൈറ്റ്സ്. THROMBOCYTES. THROMBOCYTES. ത്രോംബോസൈറ്റ്സ്. ഓക്കെ, ദെൻ അതിന്റെ ലൈഫ് സ്പാൻ എത്ര ദിവസമാണ്? 7 ഡേയ്സ് ആണ് കേട്ടോ. 7 ദിവസമാണ് പ്ലേറ്റ്ലെറ്റ്സിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. 7 ഡേയ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് ലൈഫ് സ്പാൻ ഉള്ള രക്തകോശം ഏതാണെന്ന് ചോദിച്ചാലും അത് ഏതാണ്? പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഇനി പ്ലേറ്റ്ലെറ്റ്സിന്റെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ നോക്കിയേ. They help the blood to clot and are used to treat leukemia and other forms of cancer. എന്താണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന അല്ലെ? രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ആർ യൂസ്ഡ് ടു ട്രീറ്റ് ലുക്കീമിയ. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് ക്യാൻസർ അല്ലെ? ബ്ലഡ് ക്യാൻസർ അതുപോലെ തന്നെ മറ്റു ക്യാൻസറുകൾക്കൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പ്ലേറ്റ്ലെറ്റുകൾ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതിന്റെ സയന്റിഫിക് നെയിം? ത്രോംബോസൈറ്റ്സ് എന്നാണ് അല്ലെ? ലൈഫ് സ്പാൻ എത്ര ദിവസമായിരുന്നു? 7 ഡേയ്സ് ആണ്. അതുപോലെ തന്നെ പ്രധാന ഫംഗ്ഷൻ എന്താണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. അത് എന്തിന്റെയൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? ബ്ലഡ് ക്യാൻസറിന്റെയും മറ്റു ക്യാൻസറുകളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും ഈ പ്ലേറ്റ്ലെറ്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. വൈറ്റ് ബ്ലഡ് സെൽസ്. അടുത്തത് നിങ്ങൾ എഴുതിയ WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് എഴുതുക. ഓക്കെ, വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC. ഇനി അതിന്റെ സയന്റിഫിക് നെയിം ഒന്ന് എഴുതിയേ. സയന്റിഫിക് നെയിം ലൂക്കോസൈറ്റ്സ്. ലൂക്കോസൈറ്റ്സ്. LEUKOCYTES. LEUKOCYTES. ലൂക്കോസൈറ്റ്സ്. ഓക്കെ, then അതിന്റെ ലൈഫ് സ്പാൻ എഴുതിയേ. 10 to 15 days. 10 മുതൽ 15 ദിവസം. 10 മുതൽ 15 ദിവസം വരെ 10 to 15 ഡേയ്സ് ആണ് WBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ പ്രധാന ഫംഗ്ഷൻ എന്താണെന്ന് നോക്കി. These cells help in fighting infection. അല്ലെ? ബാധിച്ചു കഴിഞ്ഞാൽ ആ രോഗബാധക്കെതിരായിട്ട് എന്ത് ചെയ്യുന്നു? ഫൈറ്റ് ചെയ്യുന്നു അല്ലെ? അതിനെന്ത് ചെയ്യുന്നു? തടഞ്ഞു നിർത്തുന്നു. ആൻഡ് ഹെൽപ് ദ ഇമ്മ്യൂൺ പ്രോസസ് എന്നാണ് കേട്ടോ. അവിടെ ഒരു വേർഡ് മിസ്സിംഗ് ആണ്.
ആൻഡ് ഹെൽപ് ദ ഇമ്മ്യൂൺ പ്രോസസ്. എന്താണ് ഇമ്മ്യൂൺ പ്രോസസ് എന്ന് പറയുന്നത്? രോഗപ്രതിരോധ ശേഷി അല്ലെ, രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന രക്തകോശവും ഏതാണ്? വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. അപ്പൊ രണ്ടെണ്ണമാണ് നമ്മൾ ഇതിന്റെ പ്രധാന ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഇൻഫെക്ഷൻസിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു അല്ലെ, അതൊരു ഡിഫെൻസീവ് മെക്കാനിസം ആണ്, ഒരു രോഗപ്രതിരോധ ശേഷിയാണ് അല്ലെ, ഒരു രോഗപ്രതിരോധ ശേഷി നൽകുന്ന സെൽസ് കൂടിയാണ് അത് WBC സെൽസ് എന്ന് പറയുന്നത്. അതിന്റെ സയന്റിഫിക് നെയിം എന്താ പറഞ്ഞേ? ല്യൂക്കോസൈറ്റ്സ് എന്ന് പറഞ്ഞു. ലൈഫ് സ്പാൻ എത്ര ദിവസമാണ്? 10 to 15 days ആണ്. അടുത്തതാണ് പ്ലാസ്മ. പ്ലാസ്മ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എല്ലാത്തിന്റെയും ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. പ്ലാസ്മയ്ക്ക് സയന്റിഫിക് നെയിം ഒന്നുമില്ല കേട്ടോ. പ്ലാസ്മ ബ്ലഡ് പ്ലാസ്മ എന്ന് തന്നെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ലൈഫ് സ്പാനും അത്ര കറക്റ്റ് ആയിട്ട് നമുക്ക് ഡേറ്റ് മന്ത് വൈസ് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പ്ലാസ്മയുടെ സയന്റിഫിക് നെയിമോ ലൈഫ് സ്പാനോ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ബാക്കി മൂന്നെണ്ണത്തിന്റെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പ്രധാനമായിട്ടും സയന്റിഫിക് നെയിമുകളാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അതുപോലെ തന്നെ ഫങ്ഷൻസും. ഓക്കെ, അപ്പൊ പ്ലാസ്മ എന്താണെന്ന് നോക്കിയേ. പ്ലാസ്മ ദ വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഇൻ വിച്ച് ദ റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആർ സസ്പെൻഡഡ്. എന്താണ്? ബ്ലഡിലെ ഫ്ലൂയിഡ് പാർട്ട് അല്ലെങ്കിൽ ദ്രാവക ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പൊ ഈ ദ്രാവകമായ ഭാഗമായിട്ടുള്ള ഈ പ്ലാസ്മയിലാണ് ആരൊക്കെ കാണുന്നത്? റെഡ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്, വൈറ്റ് ബ്ലഡ് സെൽസ് എല്ലാം കാണുന്നത് ഈ പ്ലാസ്മ ഫ്ലൂയിഡ് പാർട്ട് ആയിട്ടുള്ള ഈ പ്ലാസ്മയിലാണ്. Then plasma is required to carry the many part of the blood throughout the bloodstream. അല്ലെ, ഓരോ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് എത്തിച്ചു നൽകാൻ വേണ്ടിയിട്ട് ഈ പ്ലാസ്മ എന്ന് പറയുന്ന ഫ്ലൂയിഡ് പാർട്ടിലാണ് ബ്ലഡ് എത്തുമ്പോൾ ഈ പ്ലാസ്മയുടെ ഉള്ളിലായിരിക്കും ഈ RBC, WBC അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് പോലെയുള്ള സെൽസ് ഉണ്ടാവുന്നത് അല്ലെ. ഈ ഓരോ സെൽസിനെയും ഓരോ ബോഡി പാർട്ടിലോട്ടും എത്തിക്കുന്നത് ബ്ലഡിലെ പ്ലാസ്മ വഴിയാണ്. Then plasma performs many functions. Plasma പല functions perform ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 functions ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. Helps to maintain blood pressure. എന്താണ്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ്? 18 to 120 അല്ലെ, 120 അല്ലെ, 18 to 120 ആണ് അല്ലെ. അപ്പോ നോർമൽ ബ്ലഡ് പ്രഷർ, അതായത് ആ ഒരു അങ്ങനെയുള്ള ഒരു നോർമൽ ബ്ലഡ് പ്രഷറിലോട്ട് നമ്മുടെ ശരീരത്തെ എത്തിക്കുന്നതും ആ ഒരു ബാലൻസ് അല്ലെ, ആ ഒരു ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നത് പ്ലാസ്മയാണ്. എന്താണ്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. രണ്ടാമത് എന്താ പറയുന്ന ഫംഗ്ഷൻ? പ്രൊവൈഡ് പ്രോട്ടീൻസ് ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നു. രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തത് എന്താ പറഞ്ഞേ? ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. അതുപോലെ തന്നെ ബോഡിയിലെ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും അളവ് അല്ലെങ്കിൽ ലെവലിനെ ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതും പ്ലാസ്മയാണ്. 3 ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ അല്ലേ പറഞ്ഞത്? ഏതൊക്കെയാണ്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായി സഹായിക്കുന്നു, രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നു, ആൻഡ് ബോഡിയിലെ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ലെവലിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നു. ഈ 3 ഫംഗ്ഷൻസും പ്ലാസ്മയിലുള്ളതാണ് കേട്ടോ. അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ളത് പ്രധാന ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ബ്ലഡിലെ ഫ്ലൂയിഡ് പാർട്ട് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. പ്ലാസ്മയാണ്. അതുപോലെ ഈ 3 ഫംഗ്ഷൻസും തന്നിട്ട് ഇത് എന്തിന്റെ ഫംഗ്ഷൻ ആണ്, ഇത് ഏത് ബ്ലഡ് കമ്പോണന്റിന്റെ ഫംഗ്ഷൻ ആണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റു ഫംഗ്ഷൻസ് എല്ലാവരും ഒരു 4 ഓപ്ഷൻസ് 4 ഫംഗ്ഷൻസ് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കമ്പോണന്റിന്റെ ഫംഗ്ഷൻ ഏതാണെന്ന് നിങ്ങളോട് എടുത്തെഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ റെഡ് ബ്ലഡ് സെൽസ് ആണെങ്കിൽ എന്താണ് അതിന്റെ പ്രധാന ഫംഗ്ഷൻ? ഓക്സിജൻ അല്ലെ, ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തിച്ചു നൽകാനാണ് റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രധാന ഫംഗ്ഷൻ. അതുപോലെ തന്നെ എന്തിന്റെ ട്രീറ്റ്മെന്റിന് സഹായിക്കുന്നു? അനീമിയയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പ്ലേറ്റ്ലെറ്റ്സ് ആണെങ്കിലോ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്സ്. അത് എന്തിന്റെയൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ബ്ലഡ് ക്യാൻസറിന്റെയും അതർ ഫോംസ് ഓഫ് മറ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് പ്ലേറ്റ്ലെറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. വൈറ്റ് ബ്ലഡ് സെൽസിന്റെ കേസ് ആണെങ്കിലോ വൈറ്റ് ബ്ലഡ് സെൽസിനാണെങ്കിൽ എന്താണ്? രോഗപ്രതിരോധ ശേഷി തന്നെയാണ് ഇതിന് പ്രധാനം അല്ലെ. രോഗങ്ങൾ വന്നാൽ അതിനെതിരെ തടഞ്ഞു നിർത്താനായിട്ട് അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി, ഒരു ഡിഫെൻസീവ് മെക്കാനിസം അല്ലെ, അങ്ങനെയുള്ളതാണ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. പ്ലാസ്മയുടെ ഫംഗ്ഷൻസ് നമ്മൾ പ്രധാനമായിട്ടും 3 ഫംഗ്ഷൻസ് പറഞ്ഞു. ഏതൊക്കെയാണ്? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ബ്ലഡ് ക്ലോട്ടിംഗ് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നു, ആൻഡ് സോഡിയം പൊട്ടാസ്യം ലെവലിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നു. ഓക്കെ, നമ്മൾ ഇത്രയും വരെ എടുക്കുന്നുള്ളൂ.
അപ്പോ നിങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ എന്ന് പറയുന്നത്, ഏതൊക്കെയാണ് ബ്ലഡ് ടൈപ്പിംഗ് എന്താണ്, RH ടൈപ്പിംഗ് എന്താണ്, ദെൻ സ്ക്രീനിങ് ഫോർ ഇനി എന്താണ്, ടൈപ്പിംഗിൽ ഏതൊക്കെ വരുന്നുണ്ട്, 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ, 4 ബ്ലഡ് ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. അതൊരു ബോക്സ് ഒക്കെ തിരിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ബ്ലഡ് ഗ്രൂപ്പുകളിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തന്നു, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എപ്പോഴും ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഭാഗമാണ്. ദെൻ അടുത്തത് എന്താ, RH ടൈപ്പിംഗിലാണെങ്കിൽ ഈ വന്നിരിക്കുന്ന ബ്ലഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ദെൻ അടുത്ത 3ാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്, അതായത് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്ത് റെസിപ്പിയന്റിൽ എത്തുമല്ലോ, ആ സമയത്ത് ആ റെസിപ്പിയന്റ് ഈ ബ്ലഡ് സ്വീകരിക്കുമ്പോൾ വേറെ ഒരു രീതിയിലുമുള്ള കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്ലഡ് എന്ത് ചെയ്യും, വന്നിരിക്കുന്ന ആ ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന ആ ബ്ലഡിനെ നമ്മൾ ചില ടെസ്റ്റുകൾ നടത്തുമെന്ന് പറഞ്ഞല്ലോ. ആ ടെസ്റ്റിൽ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന ആ ബ്ലഡിന് ഏതെങ്കിലും ആന്റിബോഡീസോ അല്ലെങ്കിൽ മറ്റ് ബ്ലഡ് സെൽസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. കാരണം എന്താ, ഈ ഡോണറുടെയും റെസിപ്പിന്റെയും ബ്ലഡിന്റെ ഗ്രൂപ്പുകൾ തമ്മിൽ മാച്ചിങ് അല്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആന്റിജനോ ആന്റിബോഡീസോ ഈ കൊടുക്കുന്ന ബ്ലഡിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, റെസിപ്പിയന്റെ ബോഡിയിൽ ആ ബ്ലഡ് എത്തുമ്പോൾ അവിടെ ഒരു റിയാക്ഷൻ നടക്കും, ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കും. ഓക്കെ, അങ്ങനെ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, അഗ്ലൂട്ടിനേഷൻ അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അത് ആ രോഗിയെ എന്ത് ചെയ്യും, ആ ഉള്ള സിറ്റുവേഷനും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കാനല്ലേ പറ്റുള്ളൂ, ആവുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോപ്പർ ചെക്കിങ്ങുകൾ, ഇങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആന്റിജനോ ആന്റിബോഡി പ്രസൻസോ മറ്റ് സെൽസിന്റെ പ്രസൻസ് ഉണ്ടോ ഡൊണേറ്റ് ചെയ്ത ബ്ലഡിൽ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ക്ലിയർ? എന്താണ്, ഹെപ്പറ്റൈറ്റിസ് വൈറസ് B ഉണ്ടോ C ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ദെൻ HIV പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ട്രിപ്പോണിമ പാലിഡം എന്ന് പറയുന്ന അല്ലെ ആ ഒരു ബാക്ടീരിയൽ പ്രസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ദെൻ അടുത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് വെച്ചാൽ മതി. ദെൻ അടുത്തത് കോൺസ്റ്റന്റ് ഓഫ് ബ്ലഡ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കമ്പോണൻസ് ഏതൊക്കെ പ്രധാന 4 കമ്പോണൻസ് പറഞ്ഞു, അതിന്റെ ഫങ്ഷൻസ് പറഞ്ഞു, അതിന്റെ സയന്റിഫിക് നെയിംസ് പറഞ്ഞു. ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ക്ലിയർ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മാം RH ഒന്നും കൂടെ പറയാവോ, ഫുൾ ഫോം ഏതിന്റെയാണ്? RH റിസസ് എന്നാണ്. റിസസ് RHESUS റിസസ് ഫാക്ടർ. ഓക്കെ മാം ചോദിച്ചോട്ടെ, അതിലെ ആന്റിജൻ എയുടെ ആന്റിബോഡി ബി, ഡോണർ എ, റിസിപ്പിയന്റ് എയും ഓയും അല്ലേ? റെസിപ്പിയന്റ് എയുടെ അല്ലേ ചോദിച്ചേ? എയും ഓയുമാണ്. ഇനി അടുത്തത് ബി, ബി ബ്ലഡ് ഗ്രൂപ്പ് ബി, അതിന്റെ ആന്റിജൻ ബി, ആന്റിബോഡി എ, ഡോണർ എയും ബിയും, റെസിപ്പിയന്റ് ബി ഒ. ബിയുടെ കേസാണോ ചോദിക്കുന്നത്? ബിയുടെ ഡോണർ ഏതാ വന്നേ? ബിയുടെ ഡോണർ ഏതാ പറഞ്ഞേ? ബിയുടെ ഡോണർ ഏതൊക്കെയാ വരിക? ബിയും വരും, എ ബിയും വരും. റെസിപ്പിയന്റിലാണ് ബിയും ഓയും വരുന്നത്. ബിയും ഓക്കെ മാം, താങ്ക് യു. ബ്ലഡ് ഗ്രൂപ്പ് എന്റെ പറഞ്ഞുതരുമോ? ബ്ലഡ് ഗ്രൂപ്പ് എയുടെ ആണോ? യൂണിവേഴ്സൽ ഡോണർ. ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ? ബ്ലഡ് ഗ്രൂപ്പ് എന്റെ ആന്റിജൻ ഏതാ വരുക? ആന്റിജൻ എ തന്നെ. അപ്പൊ ആന്റിബോഡി ബി. ആന്റിബോഡി നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ബി ആയിരിക്കും. ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് എയ്ക്കും എ ബിക്കും. റിസീവ് ചെയ്യാൻ പറ്റുന്നത് എയ്ക്കും. ഓക്കെ. റെഡ് ബ്ലഡ് മിസ് ഫസ്റ്റ് പോയിന്റ് ഒന്ന് പറഞ്ഞുതരുമോ? റെഡ് ബ്ലഡ് സെൽസിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ ആണോ ചോദിക്കുന്നത്? ഫംഗ്ഷൻ എന്താണ്? These cells transport oxygen to the
ടിഷ്യൂസ് ഇൻ ദ ബോഡി അല്ലെ? ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലേക്കും ഓരോ കോശങ്ങളിലേക്കും ഓക്സിജനെ എത്തിച്ചു നൽകുന്നതാ എന്നുള്ളതാണ് റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രധാന ഫംഗ്ഷൻ. ഓക്കെ, ഓരോ കോശങ്ങൾ നമ്മുടെ ബോഡിയിലെ ഓരോ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തിച്ചു നൽകുക. മാം ബിയുടെ ഒന്ന് ആന്റിബോഡി ഒന്നും കൂടെ പറയോ? ബിയുടെ ആണോ? ബിയുടെ ആന്റിബോഡി ഏതാണ്? ആന്റിജൻ ഏതാണ് ബിയുടെ? ആന്റിജൻ ഏതാ പറഞ്ഞേ? ബി. ബി ബി തന്നെയാണ് അല്ലെ? ബിയുടെ ആന്റിജൻ ബി തന്നെയാണ്. ആന്റിബോഡി അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, എ ആയിരിക്കും. ക്ലിയർ ആയോ? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഉണ്ടോന്നാണ്. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എ ബി. യൂണിവേഴ്സൽ ഡോണർ ആരാണ്? ഓ ആണ്. വെറും ഓ അല്ലേ? ഓ പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ? വെറും ഓ അല്ലേ? ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓ എന്ന് മാത്രം എഴുതിയാൽ മതി, എ ബി എന്ന് മാത്രം എഴുതിയാൽ മതി. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഇപ്പൊ അത് പറയാതിരുന്നത്, കൺഫ്യൂഷൻ അപ്പൊ വരാൻ. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞാല് ഓ. അപ്പൊ ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവോ? ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. ആന്റിബോഡി ഇല്ലാത്തത് ഏതെങ്കിലും ഉണ്ടോ അതില്? നിങ്ങൾ ആന്റിജൻ ഓ ആണ്. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എ ബി അല്ലെ? എ ബി അല്ലേ നമ്മൾ ആന്റിബോഡി എഴുതുക? എ ബിയിൽ ഇല്ലെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആന്റിബോഡി ഇല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ എ ബി എഴുതുക, ആന്റിജൻ ഇല്ലാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഓ എഴുതുക. ഓക്കെ, മാം ആർബിസിയുടെ സയന്റിഫിക് നെയിം ഒന്ന് പറയാം. ആർബിസിയുടെ സയന്റിഫിക് നെയിം എറിത്രോസൈറ്റ്സ്. എറിത്രോസൈറ്റ്സ്. ERY THROCYTES. മാം പ്ലേറ്റ്ലെറ്റ്സിന്റെ ഫംഗ്ഷൻ എന്താ? പ്ലേറ്റ്ലെറ്റ്സിന്റെ ഫംഗ്ഷൻ എന്താ? ബ്ലഡ് ക്ലോട്ട് ചെയ്യുക അല്ലെ? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റ്സ്. അത് പ്ലാസ്മ അല്ലേ? ആണോ രക്തം കട്ട പിടിക്കുന്നതിന് പറഞ്ഞത്? ആണോ? നോട്ട്സ് നോക്കിയിട്ടുണ്ടോ അജിത? പ്ലേറ്റ്ലെറ്റ്സിന്റെ ഫംഗ്ഷൻ എന്താ നമ്മൾ പറഞ്ഞേ? They help the blood to clot അല്ലെ? ബ്ലഡ് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലാസ്മയുടെ ഫംഗ്ഷൻ എന്താ പറഞ്ഞേ? 3 പോയിന്റ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞില്ലേ? ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇനി ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ട പ്രോട്ടീൻസ് കൊടുക്കാനാണ് പ്ലാസ്മയുടെ സയന്റിഫിക് നെയിം എന്താണ്? എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ്. വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ലൂക്കോസൈറ്റ്സ്. ഓക്കെ മാം. മാം ഓയുടെ റെസിപ്പിയന്റ് ഒന്ന് പറയാവോ? ഏതാണ്? ഓ ഗ്രൂപ്പിന്റെ റെസിപ്പിയന്റ് ഒന്ന് പറയാവോ? ഓ ഗ്രൂപ്പിന്റെ ആണോ? ഓ ഗ്രൂപ്പിന്റെ റെസിപ്പിയൻസ് ഓ തന്നെയാണ്. റെസിപ്പിയന്റ് ഓ തന്നെയാണ്. ഓ മാത്രമേ വരുള്ളൂ. ഡോണർ ആണെങ്കിൽ എല്ലാ 4 ഗ്രൂപ്പ് വരും. ക്ലാസ് എന്നാണ്? ഇനി നിങ്ങൾക്ക് ടൈം കിട്ടിയിരുന്നോ? കേട്ടില്ല. ടൈം ടേബിൾ കിട്ടിയായിരുന്നോ? കിട്ടി. ഓക്കെ, അപ്പൊ അതിലുണ്ടാവുമല്ലോ. മേ ബി അടുത്ത ട്യൂസ്ഡേ ആയിരിക്കും. ഓക്കെ മാം. ഓക്കെ, ബൈ. ഓക്കെ മാം, താങ്ക് യു. ട്യൂസ്ഡേ എക്സാം ഉണ്ടോ? ഹലോ, ട്യൂസ്ഡേ എക്സാം ഉണ്ടോ? എക്സാം ഉണ്ടോ? ടെസ്റ്റ് ഉണ്ടോ? ഹലോ, ടെസ്റ്റ് ഉണ്ടോ ട്യൂസ്ഡേ? ട്യൂസ്ഡേ എക്സാം ഉണ്ടോ? എക്സാം